ആ ഇതാ സാജിയുടെ മോളും മരോനും സൂറാടെ വീട്ടില് വിരുന്ന് വെച്ചിക്കണ്. എന്തെല്ലാം വൈഭവങ്ങളാ വെച്ചിക്കണ് നോക്ക്. ഓ എന്താ അത്, ബീഫ് എന്തുട്ടാ, പൊതി പൊറോട്ടയാ? ആ പൊതി പൊറോട്ട. എന്തുട്ടാ കൊണ്ടാട്ടാണ് തോന്നുന്നുണ്ട്. അയ്യോ ഇറ്റൾക്ക് എവിടുന്ന് ഇത്ര കാശ് വേണമെന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ട് ടാറ്റസ് വെച്ചിരിക്കുക, എല്ലാവരും കാണട്ടെ എന്നാ വിരുന്ന് വെച്ചാണെന്ന്. സൂറാക്കൊക്കെ എവിടുന്ന് അത്ര കാശ് അവൾക്ക്? ഇതിങ്ങനെ വിട്ടാൽ ശരിയാവൂല. അതെ, ഇത് എനിക്കും കൂടി ഉള്ളൊരു അടിയാണ് തോന്നുന്നുണ്ട്. എന്നെങ്കിൽ അവളെ വിളിച്ച് നമ്മൾക്കും കൂടി ഒന്ന് വിരുന്ന് വെക്കണം. ആ കുട്ടീനെ വിളിച്ചിട്ട്, സാജിയുടെ മോളെയും മരുവനെയും വിളിച്ചിട്ട് നമുക്ക് വിരുന്ന് വെക്കണം. ഞാൻ അവരവിടെ ചെല്ലട്ടെ എന്ന് ഉച്ചക്കത്തെ ഭക്ഷണത്തിന് വിളിക്കണ പോലെ. എന്നേ അതെ, നിങ്ങൾ ഈ മൊബൈലും കുത്തിപ്പിടിച്ചിട്ട് ഇരുന്നോ? എന്തെല്ലാം സംഭവം നടക്കണേ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണ? നിങ്ങൾക്ക് ഏത് നേരം ഇങ്ങനെ ഇങ്ങനെ നീട്ടിട്ടിരുന്നാ മതി. എന്ത് സംഭവം, എന്ത് നീ പറയണത്? അതെ, ഞാൻ ഇപ്പൊ വെറുതെ ഒന്ന് മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ നോക്കിയതാ. ഞാൻ മൊബൈലൊന്നും നോക്കാറില്ല, എന്നാലും ഒന്ന് എടുത്ത് നോക്കിയതാ. അപ്പണ്ട് നമ്മളെ സാജിയുടെ കല്യാണം കഴിഞ്ഞില്ലേ, നമ്മള് പോയില്ലേ? ആ കല്യാണം കഴിഞ്ഞ സാജിനിയും മരുമാനിയും ആ സൂറ വിരുന്ന് വെച്ചിട്ട് എന്തെല്ലാം അങ്ങോട്ട് മേശ എഡല്ല അവള്. എന്നിട്ട് ടാറ്റസ് വെച്ചിക്കുക എല്ലാരും കാണാൻ വേണ്ടിട്ട്. അതങ്ങനെ വിട്ടാൽ ശരിയാവൂല. ലോകത്ത് എന്തൊക്കെ നടക്കണം ഇത് നീ കണ്ടുപിടിച്ച് തന്നിരിക്കുക. നീ വേറെ ഒന്നും പണിയൊന്നും പറയാനില്ല, വേറെ ഒന്നും പേടിച്ച് ഞാൻ എന്തോ. അതില്ലേ, നിങ്ങളാണെങ്കിൽ വീട് വിട്ട് പുറത്തേക്ക് പോയില്ല, പോകേണ്ട കാര്യത്തിന് ഞാൻ തന്നെ പോണോ? ആ റംലയുടെ വീട് കുറ്റീച്ചാണ്, അവരെ തൊട്ട് വീട്. അപ്പൊ അവര് പോയോട് ചോദിക്കില്ലേയോ നിങ്ങളെ കുടുംബമായിട്ട് നീ വിരുന്ന് വെച്ചില്ലേ എന്ന് ചോദിക്കും. അപ്പൊ എനിക്ക് വിരുന്ന് വെക്കണം എന്നൊന്നും ഇല്ല. പിന്നെ അവര് അത്രയും വേണ്ടപ്പെടാത്തവര് വിരുന്ന് വെച്ചിരിക്കുമ്പോ ഞാൻ അത്രയും വേണ്ടപ്പെട്ടവളാ. അപ്പൊ എനിക്ക് വിരുന്ന് വെക്കണ്ടേ? അത് വിളിക്കാം, നീ സമാനപ്പെട്. ഇവിടെ നിന്ന് തുളിച്ചാടിച്ചെന്ത കാര്യോ? അതൊക്കെ സമയമുണ്ടല്ലോ. സമയണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കത് കണ്ടപ്പോണ്ടല്ലോ ഇത്ര ദേഷ്യം വരിക. എന്തൊക്കെയാണ് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് ടാറ്റസ് ഇതൊക്കെ വന്നവര് തിന്നോ? വലിയ ഇത് കാണിക്കാൻ വേണ്ടിട്ടാ. അതിലേറെ എനിക്ക് അവർക്ക് ഒരുക്കണം. എന്താന്നാ, എന്റെ കുടുംബമാണത്. അതിലേറെ എനിക്ക് ഒരുക്കിട്ടേ അവരെ ഒന്ന് വിളിക്കണം അങ്ങോട്ട്. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യും, പോയി കുറച്ച് കൂടുതൽ കോഴി മേടിച്ചിട്ട് വായോ. അതിലൊരു 5-8-10 തരം എനിക്ക് ഉണ്ടാക്കണം ആ കോഴിയിൽ തന്നെ. ബാക്കിയൊക്കെ ഞാൻ ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കിക്കൊണ്ട്, നെയ്ച്ചോറും എല്ലാം ഞാൻ വെച്ചോണ്ട്. നിങ്ങൾ പോയിട്ട് വന്ന വേഗം. നിങ്ങൾ പറയണ പോലെയല്ല, ഞാൻ ഇതൊക്കെ സെറ്റ് ആക്കണ്ടേ അവര് വരുന്നതിന്റെ ഉള്ളില്. നീ അവരും ഇവരും വിരുന്ന് വെക്കുന്നോണ്ട് നിക്കെന്തോ ഇത്ര കുസുമ്പ്? നീ എപ്പോ ഒരു സാധനം വാങ്ങിട്ട് വരാൻ പറഞ്ഞില്ല, നീ എപ്പോ വിരുന്ന് വെക്കാനാണ് ഇപ്പൊ സാധനം മേടിച്ചു തരാൻ പറഞ്ഞത്? നീ ഉച്ചക്ക് 11:30 11:30 വന്നിട്ട് ഉച്ചക്ക് എങ്ങനെ കൊടുക്കാനാ? നീ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്ക്. അവര് വൈകിട്ട് വരികയാണെങ്കിലോ ഉച്ചക്കൊക്കെ ഉണ്ടാക്കണമെന്ന് വേസ്റ്റ് ആവൂലേ? നീ വിളിച്ചിട്ട് കാര്യം ചോദിക്കുക, അപ്പൊ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിട്ട് വരാം. ആ വൈകിട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാൻ വിളിച്ചിട്ട് അവര് വരാണ്ടിരിക്കുക, ഞാൻ വിളിച്ചാൽ മതി, അപ്പൊ അവിടെ എത്തും. പിന്നെ നീ അങ്ങനെ വിളിച്ചാൽ എത്തണമെന്ന് പ്ലേറ്റിലല്ലോ. എന്നെപ്പറ്റി അവർക്ക് അറിയാം, ഞാൻ എങ്ങനെയാണെന്ന്. എന്നെപ്പറ്റി എല്ലാം അറിയാം അവർക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ അറിയില്ല, അവർക്ക് അറിയാം. ഞാൻ ഒന്ന് വിളിച്ചോക്കട്ടെ. എന്നാ വിളിക്കുന്ന വേഗം, ഞാൻ പോയി വാങ്ങിച്ചു തരാം. എന്നാലെന്നെ പെണ്ണ് ആ പെൺകുട്ടിയുടെ ഫോണൊക്കെ അതിൽ സേവ് ആക്കി തന്നത് മോള് കാണാൻ തന്നെ ഇല്ല. തിരയുമ്പോ കാണൂല. എന്താണാവോ, മോള് സേവ് ആക്കി തന്നാണല്ലോ. അർജന്റീനൊക്കെ തിരയുമ്പോ കിട്ടൂല, ഒന്നും കാണാനില്ല. അതെ, നിങ്ങളെന്നെ ഒന്ന് വിളിച്ചേ. വിരുന്ന് നോക്കിയ വയറൊക്കെ ഇപ്പൊ വലുതായി. എപ്പൊ നോക്കിയാലും ചിക്കനും മട്ടനും ഒക്കെ കഴിക്കുന്നത്. അതെ, ഇങ്ങനെയും വിരുന്നിന് പോകുമ്പോ അതൊക്കെ ഒന്ന് മാക്സിമം കുറയ്ക്കാൻ നോക്കട്ടാ. അതങ്ങനെയൊക്കെ ഉണ്ടാവും. ഞാൻ എന്റെ അത്തമാരെ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ കണ്ടിട്ടുണ്ട്, എല്ലാവർക്കും വിരുന്ന് വെച്ചിട്ടേ എല്ലാരും തന്നെ അവസ്ഥ. എന്ത് പ്രശ്നം വെച്ചാലേ, നമ്മ ഇപ്പോഴൊക്കെ പറയും വയറ് നിറഞ്ഞാ പറയും അയ്യോ ഭക്ഷണമൊക്കെ കുറയ്ക്കാന്ന്. പക്ഷെ ഭക്ഷണത്തിന് മുമ്പിൽ പോയി ഇരുന്നാലോ അങ്ങോട്ട് കഴിച്ചു പോവാ അറിയാണ്ട്. അപ്പൊ വീണ്ടും വയറ് വലുതാവും. അതാണ് ഈ കല്യാണം കഴിഞ്ഞവരൊക്കെ പെട്ടെന്ന് തടി വെക്കുന്നത്. രക്ഷയില്ല. അപ്പോ ഭക്ഷണം ഭക്ഷണം ഭക്ഷണം. അതല്ല, നമ്മൾ എത്ര മണിക്കാ പോണം അങ്ങോട്ട്? ഇങ്ങോട്ട് അതന്നെ കസിൻസ് എല്ലാരും കൂടി ഒരു ഇതിന് വരുന്നുണ്ട്. ഉച്ചക്കത്തെ പരിപാടി അല്ലേ? നമുക്കൊരു 11 മണി 11:30 ഒക്കെ ആകുമ്പോ ഇറങ്ങാമല്ലേ. എന്നിട്ടൊരു ഉച്ചയൊക്കെ ആകുമ്പോ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടേ മെല്ലെ വരാം. ഇപ്പൊ തന്നെ സമയം 11 ഉണ്ട്. ഒരു 12:30 ഒക്കെ ആകുമ്പോ ഇറങ്ങാല്ലേ? ഇറങ്ങാം, മെല്ലെ ഇറങ്ങാം. ഇനിയിപ്പോ വേറെ കുളിയും നനയൊന്നുമില്ലല്ലോ, നമ്മൾ ഈ ഡ്രസ് ഇട്ടിട്ടല്ലേ ഇതിട്ട് നേരെ പോവാ. അവരൊന്നും എനിക്ക് തീരെ പരിചയമില്ല, കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? എന്ത് പരിചയം, എല്ലാരും നല്ല സ്വഭാവാ. പിന്നെ സാലിക്കുട്ടീന്റെ ഫോട്ടോയിലും
സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? കണ്ടുപരിചയമില്ലാത്ത പ്രശ്നം. എല്ലാരും നല്ല സ്വഭാവം, നല്ല കമ്പനിയാ. 2 വാക്ക് സംസാരിച്ചാൽ മതി, നല്ല സ്വഭാവം. നമ്മള് എന്താ പറയാ, നല്ല പരിചയമുള്ളവരെ പോലെയാണ് അവർ സംസാരിക്കുന്നത് തന്നെ. അപ്പൊ നമുക്കൊരു സമാധാനം കിട്ടും. ഞാൻ അവരോടൊക്കെ സംസാരിച്ചിട്ടുള്ളൂ, നേരത്തെ കണ്ടിട്ടില്ല. ചെറിയൊരു പേടി പോലെയൊക്കെ ഉണ്ട്. അതെ, ആ പെൺകുട്ടിയുടെ നമ്പർ മോള് സേവ് ആക്കി തന്നതാ. ഇതിൽ കാണാനില്ല, കൊറേ നോക്കി കാണാനില്ല. നിങ്ങളൊന്ന് ഇതാക്കി തന്നെ, തെരഞ്ഞ് വിളിച്ചെന്നെ. കൊണ്ട് ശല്യായല്ലോ. ഒരു നമ്പർ വിളിച്ചു തരാൻ പറഞ്ഞ ശല്യാണ് നിങ്ങക്ക് വേറെ എന്താ അറിയോ? ആരെന്തേലും വന്നാലും വിളിക്കാ, ഒന്നും അറിയുമില്ല. എന്താ പേര്? ആർക്ക് വിളിക്കാൻ പറഞ്ഞു? ഞാനിപ്പോ സാജിയുടെ മോൾക്ക് സാലിഹാക്ക്. കിട്ടിയാ? ഒന്ന് വിളിച്ചു തന്നെ. എന്റെ മൊബൈല് ഉണ്ട്, മോള് കയറ്റി തന്നതാ, കാണാനില്ല അതില്. ഹലോ. മഴയൊന്നും ഇല്ലാണ്ടിരുന്നാ മതിയായിരുന്നു അല്ലേ? അതെ, മഴയുണ്ടെങ്കിൽ ബൈക്കിൽ പോണത് എളുപ്പമല്ല. ഗഫൂർ മാമ വിളിക്കണ്ടല്ലോ. എന്താ അറിയില്ല, ഞാൻ എടുത്തോക്കട്ടെ. ഒക്കെ മിണ്ടാണ്ട് കേട്ടാ. ഹലോ മാമ. മോളെ സുഖാണോ? എനിക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? മാമ സുഖാണ്, ഞങ്ങളിത് എവിടെ ഇരിക്കുന്നു, കൊഴപ്പൊന്നുമില്ല. എന്താ മാമ പറഞ്ഞേ? മോളെ നീ ഇപ്പൊ എവിടെയാ? മരുവന്റെ അവിടെയാ അതോ നീ വേറെ എവിടെയെങ്കിലും പോയില്ല ഇരുന്ന്? അതാ അമ്മായിക്ക് എന്തോ പറയണത്രേ, കൊടുക്കാം. മാമ ഞാൻ ഇവിടെ ഇക്കാൻ്റെ കൂടെ ഉള്ളത്. അമ്മായിക്ക് കൊടുത്തോളൂ. മോളെ, നിനക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? കുഴപ്പമൊന്നുമില്ലല്ലോ. മോള് ഇവിടെയാണല്ലേ, വീട്ടിലാ? അമ്മായി ഞാൻ എന്റെ ഇക്കാൻ്റെ കൂടെ ഉള്ളത്. സുഖാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. മാമാക്കും അമ്മായിക്കൊക്കെ സുഖമല്ലേ? മാമാനോട് കറക്റ്റായിട്ട് സംസാരിക്കാൻ പറ്റിണ്ടായിരുന്നില്ല. സുഖാണ് മോളെ, നമുക്ക് കുഴപ്പമൊന്നുമില്ല, ഇൻഷാല്ലാ അങ്ങനെ പോണു. മോൾക്ക് സുഖല്ലേ? കല്യാണമൊക്കെ കഴിഞ്ഞതല്ലേ? അപ്പൊ മോളെയൊക്കെ ഒന്ന് വെച്ചിട്ട് വിരുന്ന് വിളിക്കണ്ടേ? അപ്പൊ അമ്മായി വിളിച്ചാണ്. വിരുന്നിനായിരുന്നു അല്ലേ? ഇന്നലെ വല്ല സൂറമ്മായിന്റെ അവിടെ വിരുന്നുണ്ടായിരുന്നുള്ളൂ. അതിന്റെ ക്ഷീണം മാറുമ്പത്തിന് ഇപ്പത്തെ അമ്മായിയും വിളിക്കുന്നു ഞങ്ങളെ വിരുന്നിന്. അവളുടെ വിരുന്നൊക്കെ കണ്ടു ഞാന്. ആൾക്കാരെ കാണിക്കാൻ വേണ്ടിട്ട് വലിയ പൊങ്ങച്ചത്തില് ടാറ്റസ് വെച്ചിട്ട് അതിൽ ഞാൻ കണ്ടതാ. മോള് കഴിക്കാനാണ് ഇപ്പൊ, മോളും മരുവനും കഴിക്കാനല്ല ഇപ്പൊ കണ്ടത്. എന്തുട്ടാ വെറുതെ പൊങ്ങച്ചത്തിന് വേണ്ടിട്ട് എത്ര ഒരുക്കി എന്ന് പറഞ്ഞ കാണിക്കാൻ വേണ്ടിട്ടേ. എനിക്കൊന്നും വലിയ ഇതില്ല അവളുടെ വിരുന്ന്. അതൊക്കെ പോട്ടെ, എന്തിനാ ആൾക്ക്? അതൊന്നും സാരല്ല മോളെ. കുറച്ച് കാശുണ്ട് പറഞ്ഞിട്ടേ അവിടെ കാണിച്ചു കൂട്ടില്ല. അവിടെ പൊങ്ങച്ചം ആര് കാണാനാ? അതൊന്നും നമുക്കൊന്നുമല്ല, എനിക്കൊന്നുമല്ല കേട്ടോ. നിങ്ങളൊക്കെ അങ്ങനെ വിചാരിച്ചിട്ടൊന്നും എനിക്കറിയില്ല. പിന്നെ മോള് ഉച്ചക്കലേക്ക് വിളിക്കാനാണ് വിളിച്ചത്. എന്താ പറയണ മോള്? ഉച്ചക്കലേക്കാണോ വൈകിട്ടാണോ? മോള് വരുന്ന വിവരം ഒന്ന് പറയും. അത് അമ്മായി ഞാൻ ഇക്കാനോട് ചോദിച്ചു നോക്കട്ടെ. ഞങ്ങൾക്കിപ്പോ ഉച്ചക്ക് ഓരോരുത്തർക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പം അവിടെ കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ വൈകുന്നേരത്തേക്ക് ഞങ്ങളിന്ന് അങ്ങോട്ട് വരാം അമ്മായി. എന്നാ പിന്നെ ശരി മോളെ, നീയേ വൈകിട്ട് വായോട്ടാ, നോക്കി വരണോട്ടാ. ഒന്ന് നേരത്തെ വരും, ഒരുപാട് ഇരുട്ടാകാനൊന്നും നിക്കണ്ട. പിന്നെ വരുമ്പോ ഒരു ദിവസം നിക്കണ പോലെ വായോ. വന്നിട്ട് ഇപ്പൊ രാത്രി തന്നെ പോണ പോലെ വരണ്ടട്ടാ. ഒന്നും അല്ലെങ്കിൽ അമ്മായിന്റെ വീടല്ലേ മോളെ. അതേപോലെ വായോട്ടാ. പിന്നെ ഉപ്പാക്കും ഉമ്മാക്കൊക്കെ സുഖല്ലേ? അവിടുത്തെ ഉപ്പാക്കും ഉമ്മാക്കും സുഖല്ലേ മോളുടെ? ഇപ്പോഴാണ് മോളെ എനിക്കൊരു സമാധാനമായത്. ഇവിടെ ഉപ്പ പറഞ്ഞേ ഒന്ന് വിളിച്ച് ചോദിക്കടി, അവർക്ക് ഇനിയിപ്പോ എവിടെയെങ്കിലും വിരുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരങ്ങോട്ട് പോണ്ടേ. എനിക്ക് ഇങ്ങോട്ട് തുള്ളി ഇതാകണ്ടാന്ന്. എനിക്ക് മോളെ വിരുന്ന് വെക്കാണ്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. അപ്പൊ മോള് വൈകുന്നേരത്തേക്ക് വരാന്ന് പറഞ്ഞപ്പോ എനിക്ക് സമാധാനായി. ഇട്ടാ നോക്കി വായോ. നേരത്തെ വായോ, ഒരുപാട് ഇരുട്ടാകാനൊന്നും നിക്കണ്ട. മോളെ, അവിടുത്തെ ഉമ്മാടും ഉപ്പാടും ഒക്കെ പറയിട്ടാ. അമ്മ സലാം പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അമ്മായി പറഞ്ഞെന്ന് പറഞ്ഞിട്ട് പറയിട്ടാ. പിന്നെ നിന്റെ മാപ്പിളയോട് പ്രത്യേകം പറയാ അമ്മായി വിരുന്ന് ക്ഷണിച്ചത്. നോക്കി വരീട്ടാ. എന്നാ ശരി. സമാധാനായി. അതെ, വൈകുന്നേരത്തൊക്കെ ഒരു ദിവസം വരാന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വേഗം പോയി സാധനങ്ങൾ വാങ്ങിട്ട് വാ. ഞാൻ ഒറ്റക്കല്ലേ, കണ്ടപ്പോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ആകണ്ടേ? നിങ്ങൾക്ക് ഇങ്ങനെ പൊത്തിപ്പിടിച്ചിട്ട് മൊബൈൽ നോണ്ടിട്ട് ഇരുന്നാ മതി. ഒന്ന് വെച്ചാ അവിടുന്ന് ഒരു കാര്യം പറഞ്ഞാൽ കൂട്ടാക്കില്ല സാധനം. അല്ല, അത് എന്റെ ഉപ്പാന്റെ കുടുംബത്തിലെ ഒരു വകയിലൊരു അമ്മായിയാണ്. ഉപ്പാന്റെ പെങ്ങളായിട്ട് വരും. അവരുടെ ഭർത്താവാണ്. അവര് നമ്മളങ്ങോട്ട്
വിരുന്നിന് വിളിക്കണേ. കല്യാണം കഴിഞ്ഞതല്ലേ, അതൊന്നുമല്ല. ഇന്നലെ നമ്മള് സൂറമ്മായി പറഞ്ഞിട്ട് ഇന്നലെ പോയില്ലേ, നല്ല കമ്പനി ആയിട്ടല്ലേ. അവരുടെ സ്റ്റാറ്റസ് വെച്ചൊക്കെ കണ്ടിട്ടുണ്ട് ആള്. അപ്പൊ ആൾക്ക് അങ്ങോട്ട് പെടഞ്ഞിട്ട് നമ്മള് വിരുന്ന് വെച്ചില്ലെങ്കിൽ മോശല്ലേ. അതാണ് ഇപ്പൊ വിളിച്ചോണ്ടിരിക്കണ്. എന്തേലും നമുക്ക് ഇപ്പൊ നമ്മള് പോവല്ലോ, അപ്പൊ നമുക്ക് തിരിച്ചു വരുമ്പോ അവരോടൊക്കൊന്ന് കേറിട്ട് വരാം. ഉച്ചക്ക് പോയിട്ട് അവിടുത്തെ വിരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അത് കഴിഞ്ഞ് വരുമ്പോ നേരെ വേണമെങ്കിൽ അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോണൊന്നുമല്ല, അതിന്റെ തള്ളാണ് സഹിക്കാൻ പറ്റാത്തത്. അത് ഒരുപാട് തള്ളു തള്ളു. പിന്നെ അതിന് മൂച്ചാട്ട 2 മക്കളും ഉണ്ട്. ഉപ്പാടെ മൂത്തുമ്മ ഇളമ്മ അങ്ങനെ ഉണ്ടാക്കും. അങ്ങനത്തെ ഒരു അനിയത്തിയാണത്. തള്ളിന്റെ ആളാണ്. അപ്പൊ നമ്മളൊക്കെ അങ്ങോട്ട് മറിച്ചിടും. അമ്മാരിയാ ഇനിയിപ്പൊ ഉമ്മാനെ വിളിച്ച് പറയണം അമ്മായി വിരുന്ന് വിളിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. ഞങ്ങളൊന്നും ചെറുപ്പം തൊട്ട് അങ്ങോട്ട് പോവന്നല്ല. ആ അത്തമാരൊന്നും ഇഷ്ടമല്ല, ആയിക്കൾക്ക് ഞങ്ങൾ ഇഷ്ടല്ല. അങ്ങനെ 2 ഉണ്ട്. അവരൊന്നും ഇല്ലാണ്ടിരുന്നാ മതിയായിരുന്നു. അറിയില്ല, എനിക്കതൊന്നും കേട്ടിട്ടില്ലല്ലോ. ഒന്ന് കേൾക്കുമ്പോ താനെ മറിഞ്ഞോളൂ. ഇത് അങ്ങനെ ഒരു ടൈപ്പാണ് ആള്. അപ്പൊ എന്തായാലും വൈകുന്നേരം അങ്ങോട്ടേക്ക് ആക്കാം. ഉമ്മാടുത്ത് പറഞ്ഞോ? ഉപ്പാന്റെ അടുത്തും ഉമ്മാന്റെ അടുത്തും ഇക്കാടും ഞാൻ പറയാൻ പറഞ്ഞു. ഇക്കാനോട് പറയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ വിരുന്ന് ഇപ്പൊ എല്ലാരും അങ്ങനെ തന്നെയല്ലേ വിളിക്ക. വീട്ടില് വിളിച്ച് പറയണം ആള് വിളിച്ചത്. പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ അല്ലേ. ഉച്ചക്കത്തെ പരിപാടിക്ക് പോയാലോ? നമുക്കൊന്ന് ഇറങ്ങുമ്പല്ലേ പോവാല്ലേ? നല്ല പോവാ, വായു. ശരി. ഞാൻ പറഞ്ഞ സാധനമൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. എല്ലാ സാധനവും മേടിച്ചിട്ടില്ല. എല്ലാ സാധനവും വാങ്ങിയിട്ടുണ്ട്. ശരി ശരി. വേറെ ആക്കുന്നു. പണികൾ തുടങ്ങി. കറിയൊക്കെ കറി വെന്ത്. ഉഷാറുള്ള കറിയായി. അപ്പുറത്തടുപ്പത്ത് നെയ്ച്ചോറും ആകണ്ടോ. ഇനി ചില്ലിയും കൂടി ഒന്ന് ഉണ്ടാക്കിയാല് പണി. ഈ പത്തിരിയും ചുട്ടെടുത്ത് ചില്ലിയും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിഞ്ഞു. മോള് വിളിക്കണ്ടല്ലോ. ഈ നേരത്തെ തിരക്ക് പിടിച്ച നേരത്താണ് ഇപ്പൊ അവൾക്ക് വിളിക്കാൻ കണ്ടത് നേരം. ഹലോ. വലൈക്കും സലാം. മോളെ എനിക്കിപ്പോ ഇത്തിരി തിരക്കാണ്. അതന്നെ നമ്മുടെ സാജിയുടെ മോളുടെ കല്യാണം കഴിഞ്ഞില്ലേ, അവളും മരുവനും ആ സൂറ വിരുന്ന് വെച്ചിട്ട് സ്റ്റാറ്റസ് വെച്ചിരിക്കുക. ഈ കണ്ടില്ലേ? അല്ലടി, അവര് വിരുന്ന് വെച്ചിരിക്കുമ്പോ ഞാനൊരു അമ്മായിയല്ലേ, നമ്മള് വെക്കണ്ടേ. അപ്പൊക്കത് കണ്ടപ്പോ തൊട്ടുള്ള ഇതാണ്, ഒരു സമാധാനം ഇല്ല എനിക്ക്. അപ്പൊ പിന്നെ ഞാനേ ഉപ്പാനെ പറഞ്ഞാച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ച്. പിന്നെ കൊറേ സാധനങ്ങള് വിരുന്ന് വെക്കാനാണ്. ഇതേ കറികളൊക്കെ ആയി. ചിക്കൻ കറിയായി. ഇനി ചില്ലി പൊരിക്കണം, പത്തിരി ഒന്ന് ചുടണം, നെയ്ച്ചോറ് അപ്പുറത്താകുന്നുണ്ട്, ബീഫ് വലത്തിയിട്ടുണ്ട്. അപ്പൊ ചെറിഞ്ഞിപ്പോ കുറച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കണം. പിന്നെ ബേക്കറി സാധനം ഇരിക്കുന്നുണ്ട് ഇവിടെ. എല്ലാം കൂടിയിട്ടേ അവളങ്ങനെ ചെയ്യുമ്പോ നമുക്ക് കൊടുക്കണ്ടേ മോളെ? നമ്മുടെ സ്റ്റാറ്റസിന് അനുസരിച്ച പോലെ നമ്മള് കൊടുക്കണ്ടേ? അവള് അന്ത്യോളം പണിക്ക് പോയിട്ട് വന്നോളൂ. അങ്ങനെ കൊടുക്കുമ്പോ നമ്മളാരാ? പിന്നെന്താ? അപ്പൊ എന്റെ ഇതില് നല്ല പോലെ വിരുന്ന് വെക്കണം. കഴിഞ്ഞു വരുന്നു. അതാണ് ആ നേരത്താണ് നീ വിളിച്ചത്. നീ എന്താ വിളിച്ചില്ലാന്ന് വെച്ചിട്ട് ഇരിക്കായിരുന്നു. പിന്നെ എന്റെ ഇപ്പൊ നീ വിളിച്ചത്. ഞാനിപ്പോ പത്തിരി പരട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് നീ വിളിച്ചത്. ഇപ്പൊ എന്താ ചെയ്യണേ? ഞങ്ങളൊക്കെ ഇവിടെ ഇരിക്കണോ, കുഴപ്പമൊന്നുമില്ല. അവർക്ക് ഞാൻ വിളിച്ചിട്ടില്ല. അവര് വിളിച്ച ഇപ്പൊ വരൂലേ? ഞാൻ നേരത്തെ വിളിച്ചപ്പോ അവര് ഉച്ചക്ക് വേറെ ഭാഗത്താണ്, വൈകിട്ട് വരാം അമ്മായിന്ന് പറഞ്ഞ്. അപ്പൊ വൈകിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പൊ ഉപ്പ പറഞ്ഞ് എനിക്കൊന്ന് വിളിച്ചു നോക്ക്, ഇനിയിപ്പോ വൈകിട്ടോ ഉച്ചക്കൽക്കോ വേറെ ആൾക്കാർ ക്ഷണിച്ചിട്ടുണ്ടെങ്കിലോ എന്ന് പറഞ്ഞേ. അപ്പൊ ഞാൻ വന്ന് പുറത്ത് വന്നിട്ട് വിളിച്ചപ്പോ പറഞ്ഞ ഉച്ചക്കൽക്ക് വേറെ വിളിച്ചിട്ടുണ്ട് അമ്മായി, എന്നാ വൈകിട്ട് വരാം. എന്തായാലും ഉമ്മാന്റെ പണികളൊക്കെ നടക്കട്ടെ. അവരൊക്കെ വന്ന് കഴിച്ചിട്ട് പോയതിന് ശേഷം ഉമ്മനെ വിളിച്ചാൽ മതി. നിന്നെ വിളിക്കാൻ നിൽക്കണ്ട. ഞാൻ വിളിക്കൊന്നുമില്ല. പിന്നെയും അവള് വിരുന്ന് വെക്കുമ്പോ പിന്നെ നമ്മള് വിരുന്ന് വെക്കണ്ടേ? അവളവിടെ മോശമല്ലല്ലോ, അങ്ങനെ അമ്മായിയല്ലേ. എനിക്ക് അവരൊന്നും ഇഷ്ടമൊന്നുമില്ല, വിളിക്കൊന്നുമില്ല. പിന്നെയും ഇത് കണ്ടപ്പോ എനിക്കൊന്ന് വെക്കണം എന്നൊരിത്. ഇപ്പൊ അവരറിയണ്ട. അപ്പൊ ഞാൻ എന്തായാലും വൈകിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പണികൾ നോക്കട്ടെ മോളെ. ഞാൻ വിളിക്കാട്ടാ. ഞാനും ഇത് വെച്ചിട്ട് നിനക്ക് സ്റ്റാറ്റസ് വെക്കാം, നീ കണ്ടോട്ടാ. അതെ, എന്റെ നിലയ്ക്കും വിലയ്ക്കും അവളല്ല സ്റ്റാറ്റസ് വെക്കേണ്ടത്, നാനാ വെക്കേണ്ടത്.
അറിയോ, ഞാൻ ഇത്രയും വൈഭവങ്ങൾ വെച്ചിട്ട് അവൾക്ക് ഞാൻ വിട്ടുകൊടുക്കും. അവള് കാണട്ടെ. എന്നാ ശരി മോളെ, സമയമില്ല കേട്ടാ. ശരി ശരി. ശരി, പത്തിരി പരത്തി വേഗം എടുക്കട്ടെ. അതെ ശ്രദ്ധിക്കാ, അമ്മായി ഇനി ഓരോന്ന് പറഞ്ഞിട്ട് നിങ്ങളൊന്നും പറയാൻ നിൽക്കരുത് കേട്ടാ. പിന്നെ നിന്റെ അമ്മായി പറഞ്ഞിട്ട് ഞാൻ എന്തിനും പറയാൻ നിൽക്കല്ലേ ഇപ്പൊ. ആന്നുമില്ല ഭയോ. ഇതാരും ഇല്ലേ? ആൾക്കാരൊക്കെ ഉണ്ടോ അമ്മായി? അമ്മായി വരി. എന്താ ഒരുപാട് നേരമായില്ലോ മോനെ, അറിയോ? അമ്മായിനെ അറിയാണ്ടിരിക്കോ? സാലിക്കുട്ടി പറഞ്ഞോളൂ അമ്മായിനെ കുറിച്ച്. കല്യാണത്തിനൊക്കെ കണ്ടതായിരിക്കും. കല്യാണത്തിന് കണ്ടിട്ടുണ്ട്. തടിയൊക്കെ ഒന്ന് കുറഞ്ഞ പോലെ തോന്നുന്നുണ്ടല്ലോ. ഇതൊക്കെ എന്തിനാ മോളെ വാങ്ങിച്ചോന്ന്? ഇതിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതൊന്നും കുഴപ്പമില്ല. മാമ എവിടെ ഉണ്ട്? എന്നെ ഇതേ പിള്ളേര് വന്നിരിക്കണേ കണ്ടില്ലേ? എനിക്ക് വാ, ഇതാ വരുന്നുണ്ട്. മോൾക്ക് കുടിക്കാണ് എടുത്തിട്ട്. എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷം, സുഖം. വിരുന്ന് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിരുന്ന് പോയിരിക്കാന്ന് പറഞ്ഞു. വിരുന്നൂടെ കഴിഞ്ഞ മൊത്തം? വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഓരോരുത്തർ വിരുന്ന് ഇങ്ങനെ കഴിഞ്ഞു വരുന്നുള്ളൂ അല്ലേ? നല്ല സുറമ്മന്റെ അവിടെ ഇരുന്ന് വിരുന്ന്. ഇന്നിപ്പോ ഇവിടേക്ക് വിളിച്ചു. ജ്യൂസ് അമ്മായി ഇരിക്കും. കുടിക്കാം. പിന്നെ ഉമ്മാക്കും ഉപ്പാക്കൊക്കെ സുഖല്ലേ? എല്ലാവർക്കും സുഖം തന്നെ. അന്ന് പിന്നെ കല്യാണത്തിന് വന്നതിന് ശേഷങ്ങളെ കണ്ടില്ലല്ലോ. നല്ല ക്ഷീണിച്ച് രണ്ടാളും. ഞങ്ങക്ക് തടി വെച്ച പോലെ തോന്നുന്നു. കല്യാണത്തിന് ഫുള്ള് തിരക്കും മേക്കപ്പും അതും ഇതൊക്കെ അല്ലേ. കല്യാണത്തിന് അതൊക്കെ പോയപ്പോ തോന്നുന്നു കൊറേ പേര് പറഞ്ഞു വിരുന്നിന് പോയവരൊക്കെ ക്ഷീണിച്ചു എന്ന്. പക്ഷെ എല്ലാം ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പൊ തടിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. അതെ, നിന്റെ സംനാവ് തന്നെയായിരുന്നു. കല്യാണം കഴിഞ്ഞ വിരുന്ന് പോയിട്ട് അമ്മയുടെ മോള്, നിന്റെ മോള്. മോൻ ഇപ്പൊ കണ്ടിട്ടില്ല അല്ലേ? എനിക്ക് 2 പെൺകുട്ടികളാ. രണ്ടാളെയും കല്യാണം. അവരൊക്കെ നല്ല വലിയ പമ്പം പാർട്ടികളാ മോനെ. അത്യാവശ്യം മുതലും പണൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ കല്യാണം കഴിച്ചു കൊടുത്ത്. എല്ലാം കല്യാണം കഴിഞ്ഞിട്ടേ നല്ല തടി വെക്കും. നിന്റെ മോള് കല്യാണം കഴിയുമ്പോ 4 പോലെ ഉണ്ടായിരുന്നതാ. ഇപ്പൊ ഇതാ ഗ്യാസ് കുറ്റി കയറ്റി വെച്ച പോലെ ഉണ്ട്. ഞാൻ എന്നിട്ട് ഇടയ്ക്ക് പറയും, മോളെ തടി കുറയ്ക്ക്. ഉമ്മ അവിടെ എന്താ ഒന്നരാടാട്, പോത്ത്, കോഴി, കാട പറഞ്ഞ പോലെ ഒന്ന് പച്ചക്കറി കൂട്ടണമെങ്കിൽ നമ്മുടെ വീട്ടിൽ വരണമെന്ന്. അല്ല, അവര് നല്ല കാശ് ഇവിടെ പാർട്ടികളാ മോളെ. ഇവിടെ സുഖം അവൾക്ക് അവിടെയാ. വിളിച്ചാ വരില്ല. 10 ദിവസം വന്ന് നിക്കടി മോളെ ഇവിടെ. അമ്മക്കൊന്ന് കാണണം പറഞ്ഞാ മോനെ വണ്ടി പിടിച്ച് തങ്ങൾ അവിടെ പോണം. അതോ ഞങ്ങള് കാറിലൊന്നും പറ്റില്ല. വലിയ സീറ്റ കാറിലൊക്കെയാണ് അവര് വരിക. നമുക്ക് അതുപോലെയൊക്കെ പറ്റുമോ? ഞങ്ങൾ ഇവിടെ ഒരു കാറുണ്ട്, പക്ഷെ അതിലൊന്നും പോയാൽ അവൾക്ക് പിടിക്കില്ല. മോള് കണ്ടിട്ടില്ലേ? അവളെ നീ കണ്ടിട്ടില്ലേ കല്യാണത്തിന് വന്നിട്ട്? പിന്നെന്താ? അയ്യോ, കല്യാണം കഴിച്ചു. പിന്നെ ഇതുപോലെ തന്നെ അവള് വരുമ്പോ എന്തൊക്കെ വൈഭവങ്ങൾ ഒരുക്കണം എന്നറിയോ? എനിക്ക് അവള് വരുന്ന പറഞ്ഞപ്പോ എന്താന്നാ ഉമ്മത്തില്ലേ ഞങ്ങള് വരും അറിയില്ലേ, വരും അറിയില്ലേ, ഇങ്ങനെ ചൊറിഞ്ഞിട്ട് നിൽക്കും. എന്നാല് എന്തെങ്കിലും ഒന്ന് സഹായിക്കോ? അത് ചെയ്യില്ല. മോളെ കല്യാണം കഴിച്ചിട്ട് അത്ര വലിയ ദൂരമൊന്നുമല്ല, അടുത്ത് തന്നെയാ. അവര് വിചാരിച്ചാ വരും, പക്ഷെ വരില്ല. അവൾക്ക് അവിടത്തെ സുഖം ഇവിടെ ഇല്ലല്ലോ. അതാ. എന്നാലും മോനെ ഞങ്ങൾ അത്യാവശ്യം എല്ലാം ചെയ്ത് നല്ലോണം സ്വർണ്ണമൊക്കെ ഇട്ട് 100 പവന്റെ സ്വർണം കൊടുത്ത്. പിന്നെ 100 പവൻ. എന്റെ മോൾക്ക് ദേ ഇവൾക്ക് അറിയാലോ, ഇവളുടെ ഉമ്മയും എല്ലാരും വന്നല്ലേ. 2 മക്കളുണ്ടെന്നല്ല പറഞ്ഞ? അതെ. അപ്പൊ 100 പവനാകുമ്പോ 200 പവനായില്ലേ? അതെ. അപ്പൊ മാമാക്ക് എന്താ പരിപാടി? മാമാക്ക് പണിക്കൊന്നും പോയില്ല. മാമാക്ക് പണിക്ക് പോണൊന്നുമില്ല. ഈ സ്വർണ്ണമൊക്കെ ഇതൊക്കെ കള്ളക്കടത്ത് പരിപാടി ഉണ്ടോ അമ്മായിക്ക്? അതൊന്നുമില്ല. അതൊക്കെ നമ്മളെ പൂർവിക മാമാടെ കുടുംബമായിട്ട് ഉപ്പുമ്മ ഉണ്ടാക്കിയ കാലം തൊട്ടുള്ളതാ അത്. അല്ല, സാലിക്കുട്ടി വരുമ്പോഴേ പറഞ്ഞിരുന്നേ അമ്മായിക്ക് നല്ല സ്വഭാവമാണ് അങ്ങനെയൊക്കെ. അപ്പൊ എനിക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ. അതെ, എന്നെ പറ്റി നല്ല കാര്യം പറഞ്ഞല്ലേ പറഞ്ഞത്. അപ്പൊ എന്നെ പറ്റി നല്ല കാര്യം തന്നെ പറയുള്ളൂ. ഇവരും
ഇവള് ഇവളുടെ ഉമ്മ എപ്പോ ഇങ്ങോട്ട് ഞാൻ വരാറുണ്ട്. വിശ്വസിച്ചില്ല, പക്ഷെ ഇപ്പൊ അമ്മായി പറയുമ്പോ എനിക്ക് ചെറുതായിട്ട് വിശ്വാസം വരുന്നുണ്ട്. അതെ ഞാൻ എങ്ങനെയാണ് മോനെ, എന്റെ സ്വഭാവം നല്ലവരോട് നല്ല പെരുമാറ്റ. അതെ നല്ല കൊറേ സാധനങ്ങളും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, മക്കളൊക്കെ തിന്നണം. അയ്യോ വേണ്ട, ഭക്ഷണമൊന്നും വേണ്ട അമ്മായി. ഉച്ചക്ക് പരിപാടി, ഇന്നലെ പരിപാടി, വിരുന്ന് തന്നെ വിരുന്ന്. അയ്യോ മോനെ, ഞാൻ ഇന്ന് ആടിന് മട്ടൻ വാങ്ങാൻ വേണ്ടിട്ട് പറഞ്ഞപ്പോ കഴിഞ്ഞിന്ന്. ഇനി അടുത്ത ആഴ്ചയാണ് ഇതുപോലെ ബുധനാഴ്ച തന്നെ ഇറക്കുള്ളൂ. എന്താ ചെയ്യാ, മട്ടൻ ബിരിയാണി വെക്കാന്ന് വെച്ചിട്ട് മക്കളെ വിളിച്ചിട്ട് മട്ടൻ ബിരിയാണി വെക്കണ്ടേ, അല്ലാണ്ട് അങ്ങനെ ഇങ്ങനെ പറ്റുമോ? നിങ്ങള് പുതുക്കല്യാണം കഴിഞ്ഞവരല്ലേ? ഈ മിണ്ടാണ്ട് വരുന്നു കഴിഞ്ഞടി, ഇനി അടുത്ത വെള്ളിയാഴ്ച തന്നെ ഇറക്കുള്ളൂ. പിന്നെ ബീഫെങ്കിലും ബീഫ് മോനെ, ബീഫ് എടുക്കണമെന്നുണ്ടായിരുന്നു. ഞായറാഴ്ച തന്നെ ഇവിടെ കിട്ടുള്ളൂ. അതും പെട്ടെന്നല്ലേ നിങ്ങളെ വിളിച്ചത്. ഓ എന്ത് ബുദ്ധിമുട്ടായിരുന്നു. എന്നാ പിന്നെ മട്ടൻ കിട്ടിയില്ലെങ്കിൽ വേണ്ട, ബീഫ് വാങ്ങിച്ചിട്ട് വരികയും പറഞ്ഞപ്പോ ബീഫ് ഞായറാഴ്ച തന്നെ ഇറക്കുള്ളൂ, ഇല്ലാത്ത ദിവസങ്ങളൊന്നും ബീഫ് ഇറക്കിട്ട് ചെലവില്ല, അത് കാരണം ഞായറാഴ്ച ദിവസം തന്നെ ബീഫ് ഇറക്കുള്ളൂ. ലാസ്റ്റ് സാഗി കെട്ടപ്പോ പോയിട്ട് കോഴി മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. ആ കോഴിയിൽ മക്കളെ ഒരു 10 തരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അമ്മായി. അമ്മായിക്ക് പലഹാരം. അമ്മായി ഇപ്പൊ ഞായറാഴ്ച അല്ലാത്ത ദിവസം നോക്കി വിളിച്ച് നമുക്ക് ബീഫും മട്ടനും തരാൻ ഇല്ല മോനെ, നാം പെട്ടെന്ന് നിങ്ങളെ അതാണ് അവൾക്ക് അറിയാം എന്നെ പറ്റിട്ട്. അതുകൊണ്ട് സാലിക്കുട്ടി വരുമ്പോ പിന്നെയും പറഞ്ഞിരുന്നേ അമ്മായി നല്ല കാര്യമല്ലേ. അവള് അങ്ങനെയൊക്കെ സംസാരിക്കും. അവള് വന്ന നല്ല തമാശ, നല്ല കുട്ടി, എനിക്ക് ഇഷ്ടമുള്ള കുട്ടിയായിരുന്നു. അപ്പൊ പിന്നെ ഇങ്ങനെ ആലോചിച്ചപ്പോ പെട്ടെന്ന് നിങ്ങളെ വിളിക്കണം എന്ന് തോന്നി. അപ്പൊ ബീഫും കിട്ടില്ല, മട്ടനും കിട്ടില്ല. ചിക്കൻ ആകട്ടെ എന്ന് വെച്ചിട്ട് ഞാനും മാമാനെ പറഞ്ഞിട്ട് കുറെ ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാം. അത് കാരണം മോനെ മട്ടൻ കിട്ടാത്ത കാരണം നെയ്ച്ചോറ വെച്ചിക്കണ്. ഇനി ഒരു ദിവസം ഞാൻ വിളിക്കണ്ടേട്ടാ. ഒന്നും കുഴപ്പമില്ല അമ്മായി, നമുക്കുള്ളത് മതിയില്ലേ. പിന്നെ നമ്മൾ അധികം കഴിക്കില്ല, കുറച്ചേ കഴിക്കുള്ളൂ. കഴിച്ച് വയറൊക്കെ നിറഞ്ഞു. അത് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് വേണ്ടി തന്നെ എന്തെല്ലാം ചെയ്ത് വെച്ചിക്കണെന്നറിയാം. അപ്പൊ തുടങ്ങിയ പണിയാണെന്നറിയാം. അമ്മായി ഒറ്റയ്ക്കല്ലേ. അമ്മായി ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ വെച്ചല്ലേ, ഇന്നിപ്പോ അതൊക്കെ ഒന്ന് കഴിക്കാം. അതെ അതെ മക്കളെനിക്ക് മക്കളെനിക്ക് വയറ് നിറച്ച് കഴിക്കണം. മാമി ഇരിക്കി. പക്ഷെ ഇതിന്റെ ആവശ്യമൊന്നുമില്ല, ഇവിടെ ആര് കഴിക്കാനാ? ഫ്രൂട്ട്സ് ഒക്കെയാണ് കഴിക്കുക. ഇവിടെ വേണ്ട സാധനം ഫ്രിഡ്ജിൽ ചീഞ്ഞ് പോവുക. ഇതൊക്കെ ആര് കഴിക്കാനാ മോളെ? ഇല്ല ഞാൻ കഴിക്കില്ല, മക്കള് കഴിക്കേ. അല്ല മാമ വായോ? ഇല്ല ഞാൻ കുറച്ച് കഴിച്ചോളാം, ഞാൻ ഇപ്പൊ കഴിക്കില്ല, ഒരു 10 മണിയൊക്കെ കഴിയും. നിങ്ങൾ കഴിക്കും. വലിയ ബിഗ് ബോസിന്റെ ആളാന്നൊന്നുമില്ലല്ലോ. ഞാൻ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കും. മാമാക്ക് ആരെയും കൂടുതൽ ഇഷ്ടം? അനീഷിനെ. അതൊന്നും കുഴപ്പമില്ല, നല്ല ഡീസന്റ് ചെക്കനാ, നന്നായിട്ട് കളിക്കും. ഞാൻ ഈ വള്ളിപ്പൊട്ടിയ പരിപാടി ഒന്നും കാണാറില്ല. അതെ വേണ്ട അമ്മായി, നമുക്ക് ഇതന്നെ മതി. നെയ്ച്ചോറ് പിന്നെന്താ? അവിടെ ഉണ്ടല്ലേ? അല്ല ഞാൻ കഴിക്കാം. അമ്മായി കുറച്ച് വെള്ളം എടുക്കുക. മക്കള് വയറ് നിറയെ കഴിക്കട്ടാ, വയറ് നിറയെ കഴിക്കും. ഇല്ല 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 ഇല്ല. അതെ നിങ്ങളെ മാമാക്കേ ബിഗ് ബോസ് പ്രാന്താ. ഞാൻ ചോദിച്ചു ബിഗ് ബോസിന്റെ കാര്യം. കണ്ടില്ലേ, അത് ഇല്ലാണ്ടില്ല, ചോറില്ലാണ്ടിരിക്കും, ബിഗ് ബോസ് കാണാണ്ടിരിക്കില്ല. കറിയാ ഞാനാ വെച്ച് പോന്നെ, സൂപ്പർ ആയിട്ടുണ്ട്. അതെ ഇപ്പൊ കറി വെച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും, എല്ലാവരും പറയും. കഴിച്ചോളേട്ടാ. പിന്നെ നിന്റെ അമ്മായില്ല പറഞ്ഞ 10 ഐറ്റം ഉണ്ട് 20 ഐറ്റം ഉണ്ടെന്ന്. ആകെ കൊടുക്കുന്നത് ഈ പത്തിരിയും കോഴിക്കറിയാണല്ലോ. നിന്റെ അമ്മയും കള്ളിന്റെ ആശ തന്നല്ലേ. പക്ഷെ എന്റെ അടുത്ത് നടക്കൂല, ഞാൻ നല്ലത് കൊടുത്തിട്ടുണ്ട്. അല്ല കാലത്ത് കൂടെ മോളെ, കാലത്ത് ചായ. അയ്യോ വേണ്ട അമ്മായി, ഇന്ന് തന്നെ ഉച്ചക്ക് പരിപാടി. നാളെ ഇനി വേറെ പരിപാടികളൊക്കെ ഉണ്ടേ. നാളെ മൈസൂര് വരെ പോവാനുണ്ട്. മൈസൂര് പോണ അവിടെ ഒരു പരിപാടി ഉണ്ട്, നമ്മുടെ ഇതെന്താ വരുന്നുണ്ടേ, നമ്മുടെ വേണ്ടപ്പെട്ടവര്. അപ്പൊ നിക്കണില്ല, എന്നാ നേരത്തെ പോകേ. എന്താ ഇരുട്ടായാലേ, ഒരുപാട് ഇരുട്ടാകുമ്പോ. അല്ല അമ്മായി, ഈ 10 ഐറ്റം എന്നൊക്കെ പറഞ്ഞില്ലേ, ഇത്രയും ബാക്കി വന്ന് ഇനി ആർക്കാ കൊടുക്കുക?
അതൊക്കെ ബാക്കി താത്ത വരുമോ എന്നാ ശരി ട്ടാ, എന്നാ പോട്ടെ ട്ടാ. ആ മോളെ ഒരു വായ ഒരു ദിവസം അങ്ങോട്ട് ആ വായോ. വരുന്നുണ്ട് വരുന്നുട്ടാ. എല്ലാരോടും ചോദിച്ചെന്ന് അറിയിട്ടാ. ആ, പറയാം, നോക്കി പോണാ. ആ ശരി. ആ ശരി എന്നാ വാതിലടക്കി. എന്താ മഴയാണ് സാധിക്കത്തില്ല, എങ്ങനെ സഹിക്കുന്നു ഇവരൊക്കെ. അതാ പറഞ്ഞത് ഇങ്ങനെ ഒന്നാണ്. വന്നത് മുതൽ കേൾക്കാൻ തുടങ്ങി എത്ര ഉണ്ടാവും പ്രതീക്ഷയില്ലാട്ടാ. ആയ നമുക്ക് വല്ല മുങ്ങ.